Hi friends, welcome to my channel Yarn to Masterpiece. ഇന്ന് ഞാൻ നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ബണ്ണി കീ ചെയിൻ ആണ്. 4 ഇഞ്ച് സൈസിലുള്ള ബണ്ണിയാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന yarn 4 ply yarn ആണ്. ക്രോഷ്യ ഹുക്ക് സൈസ് 2.5 mm. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഓരോന്നും പാർട്ടായിട്ട് ചെയ്തിട്ട് ലാസ്റ്റ് അസംബിൾ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു നെക്ക് പോർഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഞാൻ ഈ ഒരു പിങ്ക് കളർ യാണാണ് എടുക്കണേ. ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. നെക്സ്റ്റ് ചെയിൻ 22, ചെയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22. ഇവിടെ നിന്ന് തേർഡ് ചെയിനിലോട്ട് നമുക്ക് 3 ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2, ഡബിൾ ക്രോഷ്യ 3. അങ്ങനെ ഓരോ ചെയിൻസിലും നമുക്ക് 3 ഡബിൾ ക്രോഷ്യേസ് ചെയ്തു പോവാം. അപ്പോൾ ഇത് നല്ല കേർലി ആയിട്ട് വരും. 3. അങ്ങനെ നമുക്ക് ഇതിൻ്റെ എൻഡ് വരെ ചെയ്തെടുക്കണം. ഓരോ ചെയിൻസിലും 3 ഡബിൾ ക്രോഷ്യ. ഇതുപോലെ ഇതിൻ്റെ എൻഡ് വരെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ എൻഡിലെത്തി. ലാസ്റ്റ് വണ്ണിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ യാൺ കട്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്ത ഫസ്റ്റ് ഈ ഒരു ചെയിൻ 3 സ്പേസ് ഉണ്ടല്ലോ, ഇതിലോട്ട് ഇപ്പോൾ കണക്ട് ചെയ്യേണ്ട, നമുക്ക് ലാസ്റ്റ് കണക്ട് ചെയ്യാം. ജസ്റ്റ് പുറത്തേക്ക് എടുത്ത് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ നെക്കിലിടുന്ന ബാൻഡ് കറക്റ്റായി. ലാസ്റ്റ് നമുക്ക് ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്യുമ്പോൾ ഇത് കണക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇയേഴ്സ് ചെയ്യാം. ഇയേഴ്സ് ചെയ്യാനായിട്ട് ഇനി ബാക്കിയെല്ലാം വൈറ്റ് കളർ ചെയ്യണം കേട്ടോ. മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1. ഇതിൻ്റെ ഉള്ളിലോട്ട് 6 സിംഗിൾ ക്രോഷ്യേസ് ചെയ്തു പോവാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, 3 4 5 6. നെക്സ്റ്റ് റൗണ്ട് 2 ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ് ആണ് സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. അങ്ങനെ 3 ടൈംസ് ചെയ്തു പോകണം. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, നെക്സ്റ്റ് വണ്ണിൽ 1, നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. റൗണ്ട് 2 കഴിഞ്ഞു. ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് തെറ്റിപ്പോവും. റൗണ്ട് 3 ചെയ്യാനായിട്ട് ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 1 തന്നെ. നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ് ആണ് സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഇങ്ങനെ ടോട്ടൽ 3 ടൈംസ് നമുക്ക് ചെയ്യണം. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഇൻക്രീസ് ആണ് സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിലും 1 സിംഗിൾ ക്രോഷ്യ. സോറി,
നെക്സ്റ്റ് ലാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ച് മാർക്കറിലോട്ടാണ്. അതിൽ ഇൻക്രീസാണ്. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. അഗെയിൻ സ്റ്റിച്ച് മാർക്കർ ഇടാം. ഇനി നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, 2, 3. നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസാണ്. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ചെയ്തെടുക്കാം. ടോട്ടൽ 3 ടൈംസ് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം. 3 സിംഗിൾ ക്രോഷ്യ ദെൻ ഇൻക്രീസ്. അപ്പോൾ ഞാൻ ഈ ഒരു റൗണ്ടിൻ്റെ അഞ്ചിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 5 ടു റൗണ്ട് 10 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ഇല്ല. അങ്ങനെ നമുക്ക് റൗണ്ട് 5 ടു റൗണ്ട് 10 വരെ ചെയ്തെടുക്കാം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ എന്നിട്ട് തുടങ്ങിയാൽ മതി. റൗണ്ട് 5 ടു റൗണ്ട് 10 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഇത് 10 റൗണ്ട് ഫിനിഷ് ചെയ്തു. 5 ടു 10 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഇനി നമുക്കിത് ഡിക്രീസ് ചെയ്യണം. ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, 2 ആൻഡ് 3. നെക്സ്റ്റ് വണ്ണിലൊരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. നെക്സ്റ്റ് 3 സ്റ്റിച്ചസിൽ അഗെയിൻ ഓരോ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. അഗെയിൻ നെക്സ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് 2 സ്റ്റിച്ചസ് ആണുള്ളത്. അതിലൊരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. വൺ മോർ റൗണ്ട് നമുക്ക് ഡിക്രീസ് ചെയ്യണം. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിലൊരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് ലാസ്റ്റ് 2 സ്റ്റിച്ചസ് ആണുള്ളത്. അതിലൊരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഈ യാൺ ഇച്ചിരി ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ലാസ്റ്റ് തുന്നാൻ വേണം. ഇതിനെ പുറത്തോട്ടെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഇയേഴ്സ് ഒരെണ്ണം ചെയ്തു. ഇയേഴ്സിൽ സ്റ്റഫിങ് വേണ്ട കേട്ടോ. ഇതുപോലെ ഒരെണ്ണം കൂടി ചെയ്തെടുക്കുക സെയിം പാറ്റേണിൽ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഈ ഹെഡിലോട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇയേഴ്സിൽ നമ്മൾ ഫില്ലിംഗ് ഒന്നും വെക്കുന്നില്ല. ഇനി അടുത്തത് നമുക്കിതിൻ്റെ ഹെഡ് പാർട്ട് ചെയ്യാം. ഹെഡ് ഈ ഒരു പാർട്ട് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. ഹെഡ് ചെയ്യാനായിട്ട് അഗെയിൻ ഒരു മാജിക് സർക്കിൾ ഇടാം. 6 സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, 3, 4, 5, 6. ഈ റൗണ്ട് 2 ചെയ്യാനായിട്ട് ഓരോ സ്റ്റിച്ചസിലും ഓരോ 2 സിംഗിൾ ക്രോഷ്യ. ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഈ ഒരു റൗണ്ട് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട്. $11 and $12. നെക്സ്റ്റ് റൗണ്ട് 3 ചെയ്യാനായിട്ട്
ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വൺ ഇൻക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യാം. 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ 2 സിംഗിൾ ക്രോഷ്യ. ഈ ഒരു റൗണ്ട് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട്. അങ്ങനെ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് അഞ്ചിലെത്തി. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ 1 സിംഗിൾ ക്രോഷ്യ വീതം, തേർഡ് വണ്ണിൽ ഇൻക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, 1, 2 ആൻഡ് 3. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് അഗെയിൻ ഇൻക്രീസ് ആണ്. ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, 1, 2, 3 ആൻഡ് 4. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് ഒരു റൗണ്ടും കൂടി ഇൻക്രീസ് ആണ്. ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, 1, 2, 3, 4 and 5. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് അഞ്ചിലെത്തി. നെക്സ്റ്റ് 5 റൗണ്ട്സ് ഇൻക്രീസ് ഇല്ല. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ 5 മോർ റൗണ്ട്സ് ചെയ്തെടുക്കാം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ അങ്ങ് ചെയ്തു പോവാം. ഓരോ സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ 5 റൗണ്ട്സ്. ഞാനിപ്പോൾ ഇത് 5 മോർ റൗണ്ട്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിനെ ഡിക്രീസ് ചെയ്യാം. ഡിക്രീസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, 1, 2, 3, 4, 5. നെക്സ്റ്റ് വണ്ണിലൊരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. അങ്ങനെ ഈ രണ്ട് വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് വൺ ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, 1, 2, 3, 4. നെക്സ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് അഗെയിൻ ഡിക്രീസ് ആണ്. ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, 3. നെക്സ്റ്റ് വണ്ണിലൊരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിലൊരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. അങ്ങനെ ഈ ഒരു റൗണ്ട് ഫുൾ നമുക്ക് ചെയ്തെടുക്കാം. ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിൽ ഫൈബർ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ ടുഗദർ. അങ്ങനെ ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം.
ലാസ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഹെഡ് പാർട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഈ ഹോൾ ഫുള്ളി ക്ലോസ്ഡ് ആവരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി പാർട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു മാജിക് സർക്കിൾ എടുക്കാം. ചെയിൻ 1, 6 സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4, 5, 6. ഈ നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയിലോട്ട് റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാം. ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. അങ്ങനെ ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തു. ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരുന്നു ഈ ഒരു റൗണ്ടിൽ. നെക്സ്റ്റ് റൗണ്ട് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, ഇൻക്രീസ് ഒന്നുമില്ല കേട്ടോ. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ടോട്ടൽ 5 റൗണ്ട്സ് ചെയ്തെടുക്കണം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ 5 റൗണ്ട്സ് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 5 മോർ റൗണ്ട്സ് ചെയ്തെടുത്തു. ഇപ്പോൾ ലെഗ് പാർട്ട് ഫിനിഷായി. ഈ ഒരു പാറ്റേണിൽ ഒരെണ്ണം കൂടിയും സെയിം നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതായിരുന്നു. ഇത് ഒരു ലെഗ്. ഈ ലെഗ് ചെയ്തപ്പോൾ നമ്മൾ യാൺ കട്ട് ചെയ്തു. സെക്കൻഡ് വൺ ചെയ്യുമ്പോൾ യാൺ കട്ട് ചെയ്യേണ്ട, നമ്മൾ ഇതിനോട് ഇത് അറ്റാച്ച് ചെയ്യാണ്. സെയിം മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾ 1 മോർ ചെയ്തെടുക്കുക. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി ഇതിനോട് ചേർത്ത് വെച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് അറ്റാച്ച് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്തു പോവാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ 2 ലെഗും ചെയ്യണം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതുപോലെ ഫുൾ റൗണ്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ജോയിൻ ചെയ്ത പാർട്ടിലെത്തി. ജോയിൻ ചെയ്ത സ്റ്റിച്ചിൽ ഒരെണ്ണം ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിലും ഓപ്പോസിറ്റ് ലെഗിലും ജോയിൻ ചെയ്തതിലോട്ട് ഒരെണ്ണം ചെയ്യാം. നെക്സ്റ്റ് ലെഗ് ഇതുപോലെ തന്നെ ഫുൾ റൗണ്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ്. ഇനി നേരെ നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് അങ്ങ് ചെയ്തു പോയാൽ മതി. സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ടോട്ടൽ 6 മോർ റൗണ്ട്സ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, വേറെ ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല. അങ്ങനെ 6 മോർ റൗണ്ട്സ് ഈ ഒരു പാറ്റേണിൽ സെയിം നമുക്ക് ചെയ്തെടുക്കാം. ഫുൾ റൗണ്ട് ഇങ്ങനെ ചെയ്തു പോയാൽ മതി. ഞാനിപ്പോൾ ഇത് 6 മോർ റൗണ്ട്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് 2 മോർ റൗണ്ട്സ് ഡിക്രീസ് ചെയ്യണം. ഡിക്രീസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ,
നെക്സ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. 1 സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ ടുഗദർ. അങ്ങനെ നമുക്ക് ഇവിടെ വരെ ഫുൾ റൗണ്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് ഫൈബർ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാനായിട്ട് സിംഗിൾ ക്രോഷ്യ ടുഗദർ മാത്രം അങ്ങ് ചെയ്യാം. ഈ റൗണ്ട് ഫുള്ള് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ക്ലോസ് ആയിക്കോളും. സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇനി നമുക്ക് ഇവിടെ വരെ ഫുൾ റൗണ്ട് ചെയ്തെടുക്കാം. ഇനി പിന്നെ എൻഡ് വരെ ഫുൾ ചെയ്തെടുത്തു. ഇച്ചിരി ഒരു ലെങ്ത്തിൽ നമുക്ക് യാൺ കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബയറിൻ്റെ ബോഡി പാർട്ട് ഫിനിഷായി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ബയറിനൊരു സ്മോൾ ടെയിലുണ്ട്, അത് ചെയ്യാം. അത് ചെയ്യാനായിട്ട് അഗെയിൻ ഒരു മാജിക് സർക്കിൾ ഇടാം. 6 സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, 4, 5, 6. ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് ഫസ്റ്റ് ചെയ്ത ഈ ഒരു സിംഗിൾ ക്രോഷ്യയിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. യാൺ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെയിൽ പാർട്ട് ഡണ്ണായി. ഇനി നമുക്ക് ഈ റാബിറ്റിൻ്റെ 2 ഹാൻഡ്സ് ഉണ്ടല്ലോ, അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു മാജിക് സർക്കിൾ ഇടാം. 6 ചെയിൻ 1, 6 സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, 3, 4, 5, 6. ഈ റൗണ്ട് 2 ചെയ്യാനായിട്ട് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അതായത് ഈ ഒരു റൗണ്ട് ടോട്ടൽ 6 സിംഗിൾ ക്രോഷ്യ. ഇൻക്രീസ് ഇല്ല കേട്ടോ. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, single crochet 3, 4, 5, 6. ഈ ഒരു പാറ്റേണിൽ നമുക്ക് 5 മോർ റൗണ്ട്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ 1 കഴിഞ്ഞു. ഇനി 5 മോർ റൗണ്ട്സ് സെയിം പാറ്റേൺ ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ 5 റൗണ്ട്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 5 മോർ റൗണ്ട്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ യാൺ കട്ട് ചെയ്യാം. ഈ ഒരു പാറ്റേണിൽ നമുക്ക് 1 മോർ ഹാൻഡ് ചെയ്തെടുക്കാം. വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. സെയിം തന്നെ 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. മുകളിലോട്ട് 6 റൗണ്ട്സ് ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഇനി നമുക്കിതെല്ലാം കൂടി എങ്ങനെ അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം.